എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മത്തി തോരനാണ്. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് 300 ഗ്രാം മത്തിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് അരമണിക്കൂർ ഒന്ന് അരവെള്ളം പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് മത്തി തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഫ്രൈങ് പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്ത് എടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മതി, ഇത്രയും മതിയാവും. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് അരവ് പിടിപ്പിച്ച് വെച്ച മത്തി ഇട്ട് കൊടുക്കാം. വളരെ പതുക്കെ വേണം ഇട്ട് കൊടുക്കാൻ. ഓരോന്നായിട്ട് നമുക്ക് പതുക്കെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അരവ് പിടിപ്പിച്ച മത്തി ഇതെല്ലാം തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്കിത് വളരെ കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം ഒന്നിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ മത്തിയുടെ ഒരു ഭാഗമെല്ലാം നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം കൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ മത്തിയുടെ 2 ഭാഗവും തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണ്ട, എന്നാലും വേവും വേണം. ആ ഒരു രീതിക്ക് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചൂടാറ്റി എടുക്കാം. അപ്പോൾ മത്തി ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചൂടായ എണ്ണയിലേക്ക് നമ്മൾക്ക് 1/4 ടീസ്പൂൺ കടുക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഇതാ കടുക് മുഴുവൻ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞു വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് എടുത്തത്, അത് പൊടിയായി അരിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി പൊടിയായി അരിഞ്ഞെടുത്തത് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടതാണ് 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് എടുത്തോളൂ. അപ്പോൾ അത് വട്ടത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടതാണ് ഒരു 6-7 വെളുത്തുള്ളി അല്ലി, അതും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടെ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നമ്മൾക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്തെടുത്ത മത്തി നന്നായി ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞെടുത്തിട്ട് നമ്മൾക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കാം. അരച്ചെടുക്കരുത്, പൊടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും ഇഞ്ചിയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ മസാലയ്ക്ക് വേണ്ടുന്ന ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തു, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മൾക്ക് പിന്നെ അതിലേക്ക് വേണ്ടുന്നത് ഈ ഒരു ബൗൾ നിറയെ ചിരവിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, അതായത് 1/4 കപ്പ് തേങ്ങ. അതുകൂടെ നമ്മൾക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടിയും ചുവന്ന മുളക് പൊടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നന്നായിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്കിതാ ഈ ഫ്രൈ ചെയ്ത് പൊടിച്ച് വെച്ച മത്തി അതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം നമ്മൾക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്തെടുത്ത മത്തി പൊടിച്ചതും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പാകത്തിന് എരിവും ഉപ്പും എല്ലാം നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മത്തിക്ക് കണക്കായ അളവിലാണ് ഞാൻ ഉള്ളിയും പച്ചമുളകും എല്ലാം എടുത്തത്. നിങ്ങൾ ഇതിൽ കൂടുതൽ മത്തി എടുക്കുന്നുണ്ടെങ്കിൽ 2 വലിയ സവാള എടുക്കണം കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അതിന് കണക്കായിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ ചുവന്ന മുളക് പൊടിയായാലും മഞ്ഞൾപ്പൊടി ആയാലും
അതിന് കണക്കായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ രുചികരമായ മത്തിത്തോര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മത്തി ആവിയിൽ വേവിച്ചിട്ടും ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എന്നാലും നല്ലൊരു ടേസ്റ്റാണ്. പൊരിച്ചെടുത്താൽ കൂടുതൽ ടേസ്റ്റായി എന്ന് മാത്രം. ഇപ്പോൾ 2 രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ രുചികരമായ മത്തിത്തോര റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.